ഓസ്ട്രേലിയയിലെ എല്ലാ മലയാളികൾക്കും മൂവി ടൈമിലേക്ക് സ്വാഗതം. മെയ് 1 ലേബർ ദിനത്തിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ട്രിബ്യൂട്ടുമായി ഒരു മലയാള ചിത്രം ഇറങ്ങി. അതെ, മലയാളി ഫ്രം ഇന്ത്യ, ഡയറക്റ്റഡ് ബൈ ദ സൂപ്പർ ഹിറ്റ് ഡയറക്ടർ ഡിജോ ജോസ് ആന്റണി. ഡിജോ, ലോക്കൽ ആണെങ്കിലും ക്യാൻവാസ് നല്ല വലുതായിരിക്കണേ. And scripted by one of the most promising scriptwriters of Malayalam cinema, Sharif Mohammed. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മാജിക് ഫിലിംസിന്റെ ബാനറിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ മലയാളികളുടെ പ്രിയങ്കരനായ പ്രൊഡ്യൂസർ ലിസ്റ്റൻ സ്റ്റീഫൻ. ഒരുപാട് കാണാൻ ആഗ്രഹിച്ചൊരു മൂവിയാണ് മലയാളി ഫ്രം ഇന്ത്യ. അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ക്യൂൻ, അതുപോലെ തന്നെ ജനഗണമന, ഈ രണ്ട് സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം ഡിജോ ജോസ് ആന്റണിയും ഷാരിസ് മുഹമ്മദും ഒന്നിച്ചു ചേർന്ന് വരുന്ന മൂന്നാമത്തെ ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ. നമുക്കറിയാം ക്യൂനും ജനഗണമനയും സോഷ്യലി അതുപോലെ തന്നെ പൊളിറ്റിക്കലി വളരെ റെലവെന്റ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള കോണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള മൂവീസ് ആയിരുന്നു. നമ്മൾ പലരും പറയാൻ ആഗ്രഹിച്ച എന്നാൽ പറയാൻ ധൈര്യപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ വളരെ ബോൾഡായിട്ട് കൺവേ ചെയ്തിരുന്ന ഒരു മൂവിയാണ് ജനഗണമനയും അതും ക്യൂൻ എന്ന് പറയുന്നത്. നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റും അതുപോലെ തന്നെ മലയാളികളുടെ അഭിമാനവുമായിട്ടുള്ള നിവിൻ പോളി തിരിച്ചു വരുമെന്നുള്ള ചോദ്യം മാധ്യമങ്ങൾ കുറച്ചു കാലമായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിനുള്ളൊരു ഉത്തരമായിരുന്നു, ഒരു സാമ്പിൾ വെടിക്കെട്ടായിരുന്നു നമ്മൾ വർഷങ്ങൾക്ക് ശേഷത്തിൽ കണ്ടത്. എന്നാൽ ഈ ഒരു സിനിമയിൽ നിവിൻ തിരിച്ചു വരും എന്നിട്ടുള്ളൊരു ഹിന്റാണ് പ്രോമോയിലൂടെ കുറച്ച് തമാശ രൂപത്തിലാണെങ്കിലും ഡിജോ നമുക്ക് നൽകിയത്. സൂപ്പർ ഹീറോ, സൂപ്പർ ഡ്യൂപ്പർ ഹീറോ. എത്രയും പെട്ടെന്ന് മൂവി കണ്ടിട്ട് മൂവി എല്ലാവർക്കും ഇഷ്ടമായോ എന്നുള്ളത് ചോദിച്ചറിയാം. വൈക്കാശ്ശേരി മന എന്റെ മനസ്സിൽ അല്ല നിവിൻ പോളി എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഇഷ്ടപ്പെട്ടോ? പടം ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ടായിരുന്നു? ഏറ്റവും ഇഷ്ടപ്പെട്ടല്ലേ? സൂപ്പർ ആയിരുന്നു. അടിപൊളി കംബാക്ക് ആണ്. പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഇരിനോട് ചോദിക്കരുത്. കുഴപ്പമില്ല. നിവിൻപോളിയുടെ ഒരു ഉഗ്രൻ കംബാക്ക് ഞാൻ ഇഷ്ടപ്പെട്ടു. നല്ല ലുക്കൊക്കെ നമുക്ക് നല്ല ജാങ്കോ, നല്ല പൊളി പൊളിക്കണം, നല്ല സെറ്റ് ആയിരിക്കണം. സെക്കൻഡ് ഹാഫ് അടിപൊളിയായിരുന്നു. തമാശയൊക്കെ സെക്കൻഡ് ഹാഫ് ഭയങ്കര എൻജോയബിൾ ആണ്, കാണാനൊക്കെ കുഴപ്പമുണ്ടായില്ല. ചക്രവ്യൂഹത്തിലകപ്പെട്ട അഭിമന്യുവാണവൻ. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്, നമുക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. കരുതിയിരിക്കാൻ പറയണം, കാരണം അപകടം അവന്റെ തൊട്ടു പിന്നിൽ തന്നെ ഉണ്ട്. നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യ മൂവി കണ്ട് ജസ്റ്റ് ഇറങ്ങിയതേ ഉള്ളൂ. പ്രേക്ഷകരോടൊക്കെ അഭിപ്രായം ചോദിച്ചു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. തിയേറ്ററിൽ ഉടനീളം പല സീനുകൾക്കും കയ്യടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് നല്ല രോമാഞ്ചം നൽകുന്ന ഡയലോഗുകൾ ഒക്കെയായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നത്. സെക്കൻഡ് ഹാഫ് വരുമ്പോൾ മൂവി വേറൊരു ജോണറിലായി, ഒരു ഡിഫറെൻറ്റ് ടെറൈനിലായി, ഒരു ഫീൽ ഗുഡ് തരത്തിലുള്ള ഒരു മൂവിയിലേക്കാണ് സെക്കൻഡ് ഹാഫ് പോയത്. എസ്പെഷ്യലി സലീമേട്ടൻ്റെ ഹംസക്ക എന്ന് പറഞ്ഞുള്ള ക്യാരക്ടറും അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കയുടെ ക്യാരക്ടറും ഒന്ന് രണ്ട് സീനിൽ അവർ വന്നു പോകുന്നുള്ളെങ്കിലും അവരുടെ ക്യാരക്ടറും അവരുടെ ആ ഒരു ഡയലോഗ് ഡെലിവറി, അവർ പറഞ്ഞ കാര്യങ്ങൾ ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പിറേഷൻ നൽകുന്ന അല്ലെങ്കിൽ ഒരു രോമാഞ്ചം നൽകുന്ന തരത്തിലുള്ളതായിരുന്നു. ഷൈൻ ടോം ചാക്കോ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ഒന്ന് രണ്ട് സീനേ ഉള്ളൂ, പക്ഷെ ആ സീനിൽ അദ്ദേഹം വന്നിട്ട് നല്ല അടിച്ചു പൊളിച്ച് പോയിട്ട്. ഈ മൂവിയിൽ എടുത്തു പറയേണ്ടത് നിവിൻ പോളിയെ തന്നെയാണ്. കാരണം നിവിൻ പോളി ഒരുപാട് കാലത്തിന് ശേഷമാണ് നമ്മൾ നല്ലൊരു ഫൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിലൂടെ കാണുന്നത്. ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. നമ്മുടെ പഴയ നിവിൻ ഈസ് ബാക്ക് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ നിവിൻ പോളിയുടെ ഒരു തിരിച്ചുവരവ് തന്നെയാണ്. അതുപോലെ തന്നെ അഭിനയിച്ചിട്ടുള്ള കുറച്ച് പേരെ ഉള്ളെങ്കിലും ഉള്ളവരൊക്കെ നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ സെക്ടർ ആയിരുന്നു, ഒരു കേരള ആയിരുന്നു അതിന്റെ ബാക്ക്ഗ്രൗണ്ട്. ഒരു രാഷ്ട്രീയ അന്തരീക്ഷം, ഒരു ഗ്രാമീണ അന്തരീക്ഷമൊക്കെയാണ് ഫസ്റ്റ് ഹാഫിൽ. എടുത്തു പറയേണ്ടത് നമ്മുടെ ആൽപ്പറമ്പിൽ ഗോപി നിവിൻ പോളിയെ തന്നെയാണ്. ഒരുപാട് കാലത്തിന് ശേഷമാണ് നിവിനെ നമ്മൾ ഒരു കോമഡി റോൾ, ഒരു ഫൺ റോളിൽ നമ്മൾ കാണുന്നത്. അത് നിവിൻ പോളിയുടെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് കോമഡി എന്ന് പറയുന്നത്. കാരണം ഒരു ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജ് അദ്ദേഹത്തിനുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് മാനറിസംസ്, വളരെ സട്ടിലായിട്ടുള്ള
ആയിട്ടുള്ള എക്സ്പ്രഷൻസിലൂടെ വളരെ എഫേർട്ട്ലെസ്ലി നമ്മളെ ചിരിപ്പിക്കാനുള്ള ഒരു നിവിൻ പോളിയുടെ ഒരു കഴിവ് എടുത്തു പറയേണ്ടതാണ്. അത് ഈ മൂവിയിൽ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ആൽപ്പറമ്പിൽ ഗോപിയായിട്ട് ജീവിക്കുകയായിരുന്നു എന്ന് പറയാം. ആ ഒരു വിഗും ആ ഒരു അലസമായിട്ടുള്ള ക്യാരക്ടറും അദ്ദേഹത്തിൻ്റെ വീടും ചുറ്റുപാടൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു. എടുത്തു പറയേണ്ട മറ്റൊരു ക്യാരക്ടർ മഞ്ജുപിള്ളയുടെയാണ്. നിവിൻ പോളിയുടെ അമ്മയായിട്ട് വളരെ നാച്ചുറൽ ആയിട്ടുള്ള ആക്ടിങ് ആയിരുന്നു. ശരിക്കും നമ്മൾ ഒരു മകന് വളരെ അലസനും യാതൊരു ഒരു നിർഗുണ പരബ്രഹ്മം പോലുള്ള ഒരു ക്യാരക്ടറാണ് നിവിൻ പോളിയുടെ. അദ്ദേഹത്തിൻ്റെ അമ്മയായിട്ട് വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു മകനെ കൊണ്ട് ആകെ മൊത്തം ഒരു പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു അമ്മയായിട്ടാണ് മഞ്ജുപിള്ളതിൽ അഭിനയിക്കുന്നത്. അവരുടെ ക്യാരക്ടറോട് 100% നീതി പുലർത്തി എന്ന് പറയാം. പിന്നെ നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നത് ധ്യാൻ നിവിൻ പോളി കോംബോയെ കുറിച്ച് കേൾക്കാനായിരിക്കും. പിന്നെ ചക്കിക്കൊത്ത ചങ്കരൻ എന്നൊക്കെ കേട്ടില്ല. അതുപോലത്തെ 2 സുഹൃത്തുക്കളാണ് നിവിൻ പോളി അവതരിപ്പിക്കുന്ന ആൽപ്പറമ്പിൽ ഗോപിയും അദ്ദേഹത്തിന്റെ കട്ടയ്ക്ക് അദ്ദേഹത്തിന്റെ കൂടെ എല്ലാ തല്ലുകൊള്ളിത്തരത്തിനും കൂടെ നിൽക്കുന്ന ധ്യാനിന്റെ കഥാപാത്രമായിട്ടുള്ള മൽഘോഷ്. ആൽപ്പറമ്പിൽ ഗോപി എല്ലാ തരത്തിലുള്ള ഏടാകൂടത്തിലും പെടുത്തുന്നത് സുഹൃത്തായിട്ടുള്ള മൽഘോഷാണ്. അത് ധ്യാൻ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ധ്യാന്റെ മുഖത്തിന് നമുക്കറിയാം ധ്യാൻ പറയുന്ന പോലെ ഒരു കള്ളലക്ഷണമുണ്ട്. അത് ഈ മൂവിയിൽ ശരിക്കും നന്നായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ധ്യാന്റെ ക്യാരക്ടർ ഫസ്റ്റ് ഹാഫിൽ മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഹാഫിൽ ഇങ്ങനെ അങ്ങിങ്ങ വന്നു പോകുന്നുള്ളെങ്കിലും ആ ഫസ്റ്റ് ഹാഫിൽ അവരുടെ ഒരു കെമിസ്ട്രി ഒക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അവർ രണ്ടുപേരും മുഴുനീളൊരു കോമഡി ആയിട്ടുള്ള ഒരു മൂവി വന്നാലും നല്ല അടിപൊളിയായിരിക്കും. നമുക്ക് ഈ മൂവി കണ്ടാലും നമുക്ക് മനസ്സിലാവും. ധ്യാൻ അവതരിപ്പിക്കുന്ന മൽഘോഷിനെ പറ്റി ഞാൻ പ്രത്യേകിച്ചൊന്നും പ്രേക്ഷകർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം കൃഷ്ണ എന്നുള്ള സോങ്ങിൽ തന്നെ മൽഘോഷിനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജിലൂടെയൊക്കെ അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ പിടികിട്ടിയിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് വളരെ സുമുഖനാണ്, സുന്ദരനാണ്, സുശീലനാണ്, സർവോപരി സൽഗുണ സമ്പന്നനായിരിക്കും. ഇതുപോലൊരു സുഹൃത്തിനെ നിങ്ങൾക്ക് വേറെ ആർക്കും ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു പണിയാണ് നമ്മുടെ മൽഘോഷ് നിവിൻ പോളിക്ക് കൊടുക്കുന്നത്. പക്ഷെ മൂവി സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടെറൈനിലേക്കാണ് മൂവി പോകുന്നത്. അപ്പോൾ നമ്മുടെ ഗോപി നാടും വീട്ടുകാരും ഒന്നുമില്ല. ഗോപിയുടെ കൂടെ ഉള്ളത് അപ്പോൾ ഒരേ ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിൻ്റെ പേരാണ് സാഹിബ് എന്നുള്ള ക്യാരക്ടർ. അദ്ദേഹത്തിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹം ഒരു ഹിന്ദി ആക്ടറാണ്. നല്ല അടിപൊളിയായിട്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ആ സാഹിബ് എന്നുള്ള ക്യാരക്ടർ നമ്മുടെ മനസ്സിൽ നിൽക്കും. സാഹിബും ഗോപിയായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻസും അവരുടെ കെമിസ്ട്രിയൊക്കെ ഒരു ക്യാറ്റ് ആൻഡ് മൗസ്, ഒരു ടോം ആൻഡ് ജെറി പരുവത്തിലാണ്. കാരണം നമുക്കറിയാം ടോം ആൻഡ് ജെറിയൊക്കെ നമ്മൾ ഒരുപാട് കാർട്ടൂണൊക്കെ ഇഷ്ടമുള്ളവരാണ് നമ്മൾ. അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഒരു ഇൻട്രാക്ഷൻസും ഒരു കെമിസ്ട്രിയാണ് ഗോപിയും അതുപോലെ തന്നെ ഈ സാഹിബ് എന്നുള്ള ക്യാരക്ടറാണ്. സെക്കൻഡ് ഹാഫിൽ മുഴുനീളം ഈ 2 ക്യാരക്ടേഴ്സാണ് ഏറ്റവും കൂടുതൽ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മടുപ്പില്ലാത്ത രീതിയിൽ, നമ്മൾ മടുപ്പിക്കാത്ത രീതിയിൽ നമുക്ക് അത്രത്തോളം അവരോടൊരു ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആകമൊത്തം സെക്കൻഡ് ഹാഫിൽ പിന്നെ ടുവേർഡ്സ് ദ എൻഡൊക്കെ ആകുമ്പോൾ നമ്മളെ കണ്ണ് നനയിപ്പിക്കുന്നത്, നമ്മൾ അതുവരെ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് പൊട്ടിച്ചിരികളൊക്കെ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ഒരു ഫീൽ ഗുഡ് മൂവി ആയിട്ട് നമുക്ക് തോന്നും. എന്നാൽ സെക്കൻഡ് ഹാഫിൽ ടുവേർഡ്സ് ദ എൻഡ് വരുമ്പോൾ നമ്മളെ മനസ്സിനെ സ്പർശിക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട്, നമ്മളെ കണ്ണ് നനയിക്കുന്ന രംഗങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ ഫൈനലി മൂവിയുടെ ക്ലൈമാക്സ് ഒക്കെ കണ്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സ് നിറഞ്ഞൊരു അനുഭൂതി. അപ്പോൾ ചില മൂവീസ് കണ്ടിറങ്ങുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സംതൃപ്തി കിട്ടും. പ്രത്യേകിച്ച് ഇതൊരു ഫീൽ ഗുഡ് മൂവിയാണ്. നമ്മളങ്ങനെ ചെറുതായിട്ട് ഇമോഷണൽ ആക്കുന്ന രംഗങ്ങളുണ്ട്, ചിരിപ്പിക്കുന്ന രംഗങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൂവി കണ്ടിറങ്ങുമ്പോൾ ഭയങ്കര ഒരു സംതൃപ്തി നമുക്ക് കിട്ടും. നമുക്ക് എല്ലാവർക്കും ഒരു മലയാളി എന്നുള്ള രീതിയിൽ നമുക്കറിയാം മലയാളികളുടെ ഒത്തൊരുമ. നമ്മൾ കോവിഡൊക്കെ വന്നപ്പോൾ നമ്മുടെ ഒത്തൊരുമ കണ്ടതാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രളയവും മഹാമാരികളൊക്കെ വരുമ്പോൾ നമ്മൾ കേരളീയർ എങ്ങനെയാണ് നമ്മൾ ഒന്നിച്ച് നിൽക്കുന്നത് നമ്മൾ കണ്ടത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് എന്ന് പറയും, നമ്മുടെ യൂണിറ്റിയാണ്. നമ്മൾ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളിൽ ഏതൊക്കെ മതത്തിലുള്ളവരാണെങ്കിലും നമുക്കൊരു പ്രശ്നം വരുമ്പോൾ മലയാളികൾ എപ്പോഴും നമ്മൾ കൂട്ടായിട്ട് നിൽക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി നമ്മൾ നോർത്ത് ഇന്ത്യയിലുള്ള ആളുകളൊക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി സെൻസിബിൾ ആണ് അല്ലേ, രാഷ്ട്രീയ ഒരു കാര്യത്തിലും നമ്മുടെ നിരീക്ഷണങ്ങളിലും നമ്മുടെ ജീവിതത്തോടുള്ള അപ്രോച്ച്. 10% ലിറ്ററസി ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടേത്. അതിൻ്റെ ഒരു ഗുണമൊക്കെ നമ്മുടെ മലയാളികളിലുണ്ട്. അപ്പോൾ അതൊക്കെ ഈ മൂവി ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. മലയാളി ഫ്രം ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഫാമിലി മൂവിയാണ്. നമുക്ക് കുട്ടികളെയൊക്കെ കൊണ്ട് വെക്കേഷന് വന്ന് നല്ല അടിച്ചു പൊളിച്ച് സന്തോഷത്തോടു കൂടി കണ്ടിറങ്ങാവുന്ന പടം. അതേ സമയം തന്നെ കളിയിൽ അല്പം കാര്യമെന്ന് പോലെ കുറച്ചെങ്കിലും നമ്മളെ ചിന്തിപ്പിക്കുന്ന, അതായത് പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികളുടെ അവരുടെ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടും ഒക്കെ നമ്മളെ ചിന്തിപ്പിക്കുന്ന, കേരളത്തിലെയും അതുപോലെ തന്നെ ഇന്ത്യയിലെയും ഒരു കറണ്ട് രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് അതിനെക്കുറിച്ചൊക്കെ നമ്മളെ കൊണ്ട് ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കുന്ന പല ഘടകങ്ങളും ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ ഫാമിലി ആയിട്ട് എല്ലാ തരത്തിലുള്ള എല്ലാ ഏജിലുള്ളവർക്കും വന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ മൂവിയാണ്. പിന്നെ നമുക്ക് നിവിൻ പോളിയെ പറ്റി അറിയാം. നിവിൻ പോളിയുടെ പ്രേക്ഷകർ എന്ന് പറയുന്ന കുടുംബ പ്രേക്ഷകരാണ്. അതുപോലെ തന്നെ യുവാക്കൾക്കും കുടുംബ പ്രേക്ഷകർക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന നടനാണ് നിവിൻ പോളി. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നിവിൻ പോളി നമുക്ക് തിരിച്ചു കിട്ടിയ മൂവിയിലൂടെ എന്ന് പറയാൻ കഴിയും. വർഷങ്ങൾക്ക് ശേഷത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കംബാക്ക് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ അതിലൊരു പടി മുകളിലാണ് ഇതിൽ ഈ മൂവിയുടെ സംവിധായകനും തിരക്കഥാകൃത്തൊക്കെ പറഞ്ഞ പോലെ തന്നെ നിവിൻ പോളിയെ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു 360 ഡിഗ്രി നമുക്കിതിൽ കാണാം.
കാണാൻ കഴിയും. കാരണം അദ്ദേഹം ഒരു വളരെ അലസനായിട്ടുള്ള ഗോപിയായിട്ടും പിന്നീട് സെക്കൻഡ് ഹാഫിൽ വരുമ്പോൾ അദ്ദേഹത്തിന് വരുന്ന ആ ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ ശരിക്കും നമ്മൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട പടമാണ്. സോ ഓസ്ട്രേലിയയിലെ എല്ലാ സ്റ്റേറ്റിലും നല്ല നിറഞ്ഞോടിക്കൊണ്ടിരിക്കുകയാണ് മലയാളി ഫ്രം ഇന്ത്യ. അപ്പോൾ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയോട് കൂടി കുട്ടികളോട് കൂടിയിട്ട് അച്ഛനും അമ്മയും എല്ലാവരെയും കൂട്ടി മനസ്സ് നിറഞ്ഞ് വീട്ടിലേക്ക് പോകാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്.